ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മളിന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് കൊണ്ടുവന്നേക്കുന്നത്. അതായത് ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ ഓരോന്നും അപ്ലോഡ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ട്, അതുകൂടി ഓൺലൈൻ എനാബിൾ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടിയെങ്കിലല്ലേ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെപ്പോഴും സബ്സ്ക്രൈബിൻ്റെ കൂടെയുള്ള ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്ന് എനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് യൂസ്, അപ്പോൾ അത് ചെയ്യാം കേട്ടോ. ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു പിക്ചർ പേപ്പറിലേക്ക് വരയ്ക്കുമ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമുക്ക് തോന്നിയ പോലെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് വരച്ചെടുക്കാനോ ഒന്നും പറ്റില്ല. രണ്ട് ഭാഗം ഒരേ സെയിം ബാലൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാത്രമേ നമുക്കൊരു പിക്ചർ വൃത്തിക്ക് വരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പേജിൻ്റെ സെൻട്രലായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻട്രൽ കൂടെ ഒരേ അളവിൽ 2 പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 ഭാഗങ്ങൾ കിട്ടും കേട്ടോ. അത് ഞാൻ ഷൂട്ട് ചെയ്ത സമയത്ത് ക്യാമറ ഓഫായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ താഴെ ചെറുതായിട്ടൊന്ന് നമ്മൾ ഒരു ലൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു പോട്ട്, അതേപോലെ ഒരു വേസും കൂടിയാണ് കേട്ടോ. ഒരു ക്ലേ പോട്ടും ഒരു ക്ലേ വേസുമാണ് കേട്ടോ. അപ്പോൾ അത് വരയ്ക്കുന്ന ആ ഒരു സെയിം അളവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ എത്രയാണോ ബാലൻസ് വരുന്നത് അതേപോലെ നമുക്ക് റൈറ്റ് സൈഡിലും ബാലൻസ് ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു ഭാഗത്ത് കൂടുതലോ ഒരു ഭാഗത്ത് കുറവോ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്നതിന് മുന്നായിട്ട് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുള്ള ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് ആ റെഡിക്ക് ആ ഒരു ക്ലാസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ HB പെൻസിൽ വെച്ചിട്ടാണ് വരക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലേ പോട്ടും ചെയ്തു, വേസും ചെയ്തു കേട്ടോ. ആ വേസ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ക്യാമറ ഓഫായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട്, മിഡിൽ ഗ്രൗണ്ട്, ഫോർഗ്രൗണ്ടൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് ആദ്യം വാച്ച് ചെയ്യുക, എന്നാലാണത് കറക്റ്റ് അളവ് തന്നെ നിങ്ങൾക്കിത് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടോ, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെയിം ബാലൻസേ ഉണ്ടാവാൻ പാടുള്ളൂ. അതേപോലെ താഴെ എത്രയാണോ നമ്മൾ ഒഴിച്ചിട്ടിട്ടുള്ളത് അത്ര ഒഴിച്ചിട്ടാണ് മുകളിലും ഒഴിച്ചിടാൻ പാടുള്ളൂ. മുകളിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് ആ ഒരു വേസ് തന്നെയാണ് അല്ലേ. ആ ഫ്ലവർ പോട്ട് പോലെ നിൽക്കുന്ന ആ ഒരു സാധനമാണല്ലോ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അറ്റത്തുനിന്ന് പേജിൻ്റെ ഏറ്റവും അറ്റത്തേക്ക് ഉള്ള എത്രയാണോ ബാലൻസ് ഒഴിഞ്ഞു കിടക്കുന്നത് അതേപോലെ തന്നെ താഴേക്കും ഒഴിഞ്ഞു കിടക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പോട്ടും വേസും എവിടെയാണ് വെച്ചിട്ടുള്ളത്? ടേബിൾ മേലാണ് കേട്ടോ. ജസ്റ്റ് ഞാനിവിടെ ഇങ്ങനെ ഒരു ടേബിൾ ക്ലോത്തിൻ്റെ ഒരു ഔട്ട്ലൈന് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കളർ കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഔട്ട്ലൈനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഞാൻ കുറച്ച് ഡാർക്കിൽ തന്നെയാണ് ചെയ്യുന്നത്, ക്യാമറയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്ചർ ഉൾക്കൊള്ളുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് മിഡിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് മിഡിൽ ഗ്രൗണ്ട്. അതായത് ഈ വസ്തു, ഈ ഒബ്ജക്റ്റ് ഉൾപ്പെടുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ മിഡിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും മുകളിൽ, അതായത് നമ്മളെ പിക്ചർ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം, അതിനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് എന്നിവിടെ എഴുതി വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇനി നമ്മൾ ഈ പോട്ടിൻ്റെ ഏറ്റവും താഴെ ഭാഗം, അതായത് ടേബിൾ ക്ലോത്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മൾ പിക്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം, അതിനെയാണ് ഫോർഗ്രൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നിട്ടുള്ള ആ ഒരു വർക്ക് ആ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ഈ എഴുതി വെച്ചതൊക്കെ മായ്ക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പോട്ടിൻ്റെ ഉള്ളിൽ ലൈറ്റ് ചെന്നെത്താൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ ഡാർക്ക് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിന് നമ്മൾ HB പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അതിന് തൊട്ടിപ്പുറത്ത് ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് 4B പെൻസിൽ വെച്ചിട്ട് ഡാർക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചം കാര്യമായി ചെന്ന് എത്താത്ത ഏരിയകളിൽ ഇതുപോലെ ഡാർക്ക്
ടോണായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഒരു പോട്ടിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ചെരിച്ചിട്ടാണ് ലൈനായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. HB പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. വളരെ അടുത്തടുത്തായിട്ട് ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴെ ഷെയ്ഡ് കൊടുക്കാനുള്ള കാരണം മുകളിൽ നിന്ന് ലൈറ്റ് വരുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ HB പെൻസിൽ വെച്ചിട്ട് അടുത്തടുത്തായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ HB പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ചുകൂടി ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ 6B പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ വായത്തിലുണ്ടല്ലോ ആ ഒരു പോട്ടിൻ്റെ അവിടെ നമ്മളൊന്ന് ഡാർക്ക് ഒന്നുകൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും താഴ്ഭാഗത്ത് നമ്മൾ 6B പെൻസിൽ വെച്ചിട്ടാണ് നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെരിഞ്ഞിട്ടാണ് ഷെയ്ഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ വീണ്ടും അതേ മെത്തേഡിൽ തന്നെ ഷെയ്ഡ് ചെയ്യാൻ നോക്കുക. അതല്ല നിങ്ങൾ ആ ഷേപ്പിനനുസരിച്ചാണ് നിങ്ങൾക്ക് ചിത്രം ഷെയ്ഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വസ്തുക്കളുടെ ഷേപ്പ് അനുസരിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ HB പെൻസിലിൽ നിന്ന് നേരെ 6B പെൻസിലിലേക്ക് മാറിയപ്പോൾ എന്താണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണ് വന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു ഇതാണ്. കാരണം നമ്മൾ ടോണായിട്ടാണ് ചെയ്യുക. HB പെൻസിൽ കഴിഞ്ഞാൽ 2B 4B അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 6Bൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് 4B പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പോട്ടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഹൈലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ അറ്റത്ത് ചെറിയൊരു പേപ്പറിൻ്റെ വൈറ്റ് ഒഴിച്ചിട്ടിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് HB പെൻസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ കേട്ടോ. അതായത് ആ മറിഞ്ഞ് കിടക്കുന്ന ആ ഒരു പോട്ടില്ലേ അതിൻ്റെ അവിടെ. ഇനി ഫ്ലവർ വേസിൻ്റെ തൊട്ട് മുകളിലും ഉള്ളിലായിട്ട് എന്താണ് 4B പെൻസിൽ വെച്ചിട്ട് ഒരു ഡാർക്ക് ടോൺ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പോട്ടിൻ്റെ ഏറ്റവും മറിഞ്ഞെടുക്കുന്ന പോട്ടില്ലേ അതിൻ്റെ അവിടെ ഹൈലൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ വേസിൻ്റെയും ആ ഒരു ഭാഗത്ത് തന്നെയാണ് ലൈറ്റ് വരേണ്ടത് കേട്ടോ. അല്ലാതെ ഒരു വസ്തുവിൽ റൈറ്റിലാണ് ലൈറ്റ് കാണിച്ചത് എന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആ പിക്ചറിൽ തന്നെ ലെഫ്റ്റിൽ കൊണ്ടുപോയിട്ട് ഷെയ്ഡ് ലൈറ്റ് കാണിക്കരുത് കേട്ടോ. ഒരു പിക്ചറിൽ എല്ലായിടത്തും ഒരേപോലെയാണ് ലൈറ്റും ഡാർക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ HB പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. HB പെൻസിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ 2B പെൻസിൽ വെച്ചിട്ടാണ് കുറച്ചുകൂടി ഡാർക്ക് ടോണ് വരുത്തുന്നത് കേട്ടോ. 2B പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 6B വെച്ചിട്ട് കുറച്ചധികം കൂടി ഡാർക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഈ റൗണ്ട് ഒബ്ജക്റ്റ് ആണല്ലോ, ഉരുണ്ട വസ്തുക്കളാണല്ലോ. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് എന്താണ് അതിൻ്റെ ഷാഡോ നിഴലുണ്ടാവും. അപ്പോൾ കുറച്ച് ഡാർക്ക് അധികം തോന്നിക്കാൻ വേണ്ടിയിട്ട് 6B പെൻസിൽ വെച്ചിട്ട് കുറച്ചധികം തന്നെ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഈ പിക്ചറിൽ കറക്റ്റായിട്ട് നോക്കുക. ടേബിൾ മേലാണ് ഈ വസ്തു ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് വേണം അതിൻ്റെ നിഴൽ നമ്മളവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് 6B പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ ക്ലോത്ത് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഏറ്റവും ആ ഒരു മടങ്ങി നിൽക്കുന്ന മടക്കുകളുണ്ടല്ലോ അവിടെ ഏറ്റവും അറ്റത്ത് 6B പെൻസിൽ വെച്ചിട്ടും പിന്നെ ഒന്ന് HB വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഫസ്റ്റ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് തോന്നും കേട്ടോ. ജസ്റ്റ് HB പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ചായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലൈനായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ കൂടുതൽ ഡാർക്ക് കാണിക്കുന്നില്ല. കാരണം നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മിഡിൽ ഗ്രൗണ്ടിലെ ആ ഒരു പിക്ചറാണ്. അതായത് ക്ലേ പോട്ടും ഫ്ലവർ വേസും ആണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് കേട്ടോ. അപ്പോൾ അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ടേബിൾ ക്ലോത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ചെയ്യാം. HB പെൻസിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് ഷെയ്ഡ് ചെയ്യുമ്പോൾ എപ്പോഴും പെൻസിൽ എപ്പോഴും ഷാർപ്പായിട്ട് വെക്കുക കേട്ടോ. എന്നാലാണ് നമ്മുടെ പിക്ചർ നല്ല വൃത്തിയായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു മെയിൻ ഒബ്ജക്റ്റിനേക്കാളും കൂടുതലായിട്ട് ഡാർക്ക് ഈ ടേബിൾ ക്ലോത്തിന് ഉണ്ടാവേണ്ടതില്ല കേട്ടോ. നമ്മൾ ലൈറ്റായിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ.
നമ്മളിപ്പോൾ ടേബിൾ ക്ലോത്ത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ടേബിളിൻ്റെ ഒരു ഭാഗം കൂടി ചെയ്യാനുണ്ട്. ഇനി 2 ഒബ്ജക്റ്റിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, അവിടെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കരമായിട്ട് ഡാർക്ക് ചെയ്യരുത്. ഇനി ഫ്ലവർ വേസിൻ്റെ ആ റൗണ്ടിന് തൊട്ട് താഴെ കുറച്ചുകൂടി ഡാർക്ക് വരുത്താനുണ്ട് കേട്ടോ. അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2B പെൻസിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ടേബിളിൻ്റെ ഒരു സൈഡ് നമ്മൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുക HB പെൻസിൽ വെച്ചിട്ട്. ഇനി കളറ് വല്ലാതെ ഡാർക്ക് ആക്കണ്ട, HB പെൻസിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഫസ്റ്റൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ അത് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നും. കാരണം നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ ചില ഭാഗങ്ങൾ ഓവറായിട്ട് ഡാർക്കായി പോവും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ വരച്ച് പ്രാക്ടീസ് ആകുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം റൈറ്റ് സൈഡ് എത്രയാണോ ബാലൻസ് ഉള്ളത് അതേ ബാലൻസ് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അതേപോലെ മുകളിൽ കണ്ടോ എത്ര സ്പേസ് ഒഴിച്ചിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ താഴെയും ഒഴിച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ പിക്ചറൊന്നും നിറച്ചൊന്നും വരക്കരുത്. 2 ഭാഗം ഒരു ബാലൻസിൽ വേണം പിക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ.